الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾ, 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയാണ്. 1-2 മാസം കളിച്ച് ഉല്ലസിച്ച് മനസ്സും ശരീരവും ഒക്കെ സ്വതന്ത്രമായ നിലക്ക് കഴിഞ്ഞിരുന്ന അവര് ജൂൺ 1-ാം തീയതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പുറപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു അധ്യയന വർഷം തുടങ്ങുക എന്നത് കുറെ പുസ്തകങ്ങൾ മാറി പഠിക്കുക എന്നതിലപ്പുറം ഒരു വിദ്യാർത്ഥിയെ സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യനാക്കിയെടുക്കുക, അറിവും കഴിവുമുള്ളവനായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം മനുഷ്യനെ ഇഹലോകത്തും അതിലുപരി പരലോകത്തും വിജയത്തിന് അർഹനാക്കി തീർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് ഖുർആനിന്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. പക്ഷെ ഖുർആനിൽ ആദ്യം അവതരിച്ച ആയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖുർആനിലുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്ന് ഖുർആനിലുണ്ട്. അതാണ് ഖുർആന്റെ അടിസ്ഥാന ആദർശം. അതിനു വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷെ ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട ആയത്ത് അതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. പക്ഷെ ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട ആയത്ത് ഇഖ്റ, നമുക്കൊക്കെ അറിയാവുന്നതാണ്, വായിക്കുക. സൂറത്തുൽ അലഖിൽ ആദ്യത്തെ 5 ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതാണ് ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട ആയത്ത്. ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് പോലും ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെടുന്ന ആയത്ത് വായിക്കാന്നാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ പോലും അള്ളാഹ് പറയും ഫഅലം,
നീ അന്വേഷിച്ചറിയണമെന്നാണ്. നിന്റെ ചിന്തയും ബുദ്ധിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കണം. അപ്പൊ മനുഷ്യന്റെ വിശ്വാസപരമായ നിലവാരത്തിൽ വ്യത്യാസം ഉണ്ടാവും, സംസ്കാരത്തിലും സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസം എവിടെയാ വരുന്നതെന്ന് വെച്ചാല് അറിവ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചാ. അറിവ് നല്ല കൃത്യമായ അറിവുണ്ടാകുമ്പോ മനുഷ്യൻ വിശ്വാസത്തിൽ മേൽപോട്ട് വരും, സ്വഭാവത്തിലും സംസ്കാരത്തിലും എല്ലാത്തിലും മേൽപോട്ട് വരും. ഇപ്പൊ നമുക്കറിയാം, ഏതൊരു സമൂഹത്തിലാണോ വൈജ്ഞാനികമായ ഏതൊരു സമൂഹമാണോ മുൻപന്തിയിലുള്ളത്, ആ സമൂഹത്തോടൊപ്പം ഉണ്ടാവും ലോകം. ഒരു കാലത്ത് മുസ്ലിമീങ്ങളായിരുന്നു എല്ലാ വൈജ്ഞാനിക കാര്യങ്ങളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അന്ന് ലോകത്തിന്റെ കേന്ദ്രം മുസ്ലിങ്ങളായിരുന്നു, വിജ്ഞാന കേന്ദ്രം മുസ്ലിമീങ്ങളുടെ ഭാഗത്തായിരുന്നു. പിന്നീട് മുസ്ലിമീങ്ങൾ സാമ്പത്തികമായ ഐശ്വര്യവും മറ്റും വന്നു. അവര് വൈജ്ഞാനിക രംഗങ്ങളിലോട്ടൊക്കെ പുറകോട്ടടിച്ചപ്പോ യൂറോപ്യന്മാര് വിജ്ഞാന കേന്ദ്രങ്ങളിലെല്ലാം മുൻപോട്ട് വന്നു. അപ്പൊ ലോകത്തിന്റെ കേന്ദ്രം ശ്രദ്ധ മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അപ്പൊ ഖുർആൻ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ വായിക്കണം, പഠിക്കണം എന്നാ പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും തുല്യമാകുമോ? ഒരു കാര്യത്തിലും തുല്യമാവുകയില്ല. എന്നിട്ട് അള്ളാഹ് പറയും, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമേ ചിന്തിക്കുള്ളൂ എന്ന്. ഒരു മനുഷ്യന്റെ സ്വഭാവത്തില്, സംസ്കാരത്തില്, പെരുമാറ്റത്തില്, വിശ്വാസത്തില്, എല്ലാ കാര്യങ്ങളിലും ഒരു അറിവിന്റെ ആ വ്യത്യാസത്തിനനുസരിച്ച് അവന് ഏറ്റ വ്യത്യാസം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും അറിവ് ആവശ്യമാണല്ലോ. സമൂഹത്തോട് എങ്ങനെ ഇടപഴകണം എന്ന് അറിവ് ആവശ്യമാണ്. മാതാപിതാക്കളോട് എങ്ങനെ ഇടപഴകണം എന്ന് അറിവ് ആവശ്യമാണ്. റബ്ബിനോടുള്ള ബാധ്യതയെ കുറിച്ച് അറിവ് ആവശ്യം. എല്ലാ കാര്യങ്ങളിലും അറിവ് ആവശ്യം. അപ്പൊ അറിവിന്റെ ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച് വിശ്വാസത്തിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാവും, സ്വഭാവത്തിലും സംസ്കാരത്തിലും ഒക്കെ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. അതാ അള്ളാഹു പറഞ്ഞു, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുക. ഇന്നമായ യതദക്കറു ഉലുൽ അൽബാബ്, നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുള്ളൂ. ബുദ്ധി വേണം ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ. നോക്കൂ, നിങ്ങള് ലോകത്ത് എല്ലാ വിജ്ഞാന ശാഖയും നിങ്ങൾ അന്വേഷിച്ച് പഠിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മേഖലയും ഒഴിവാക്കിയിട്ടില്ല. ഖുർആൻ നമ്മളിങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഓതി നോക്കിയാലും അർത്ഥസഹിതം വായിച്ചു നോക്കിയാല് ഒരു വിജ്ഞാന ശാഖ, മനുഷ്യർക്ക് അന്വേഷിച്ചറിയാവുന്ന എന്തൊക്കെ വിജ്ഞാന ശാഖകളുണ്ടോ ആ വിജ്ഞാന ശാഖകളൊക്കെ അന്വേഷിച്ച് പഠിക്കണം, ചിന്തിക്കണം എന്ന് ഖുർആൻ അടിക്കടി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അറ്റവും അതിരും ഏതാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഈ പ്രപഞ്ചം, അതിന്റെ സൃഷ്ടിപ്പ്, ഉപരിലോകങ്ങളുടെ സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നത്, പ്രപഞ്ചത്തിലെ ദിവസവും വർഷവും മാസങ്ങളും മാറി മാറി വരുന്നത്. ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ പറഞ്ഞില്ലേ, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതാക്കിയത് അവനാണ്. ഉറ്റ ആലോചിക്കുന്ന ആളുകൾക്ക് വേണ്ടി അതൊക്കെ സംവിധാനിച്ചത്. ഈ അറ്റവും അതിരും എവിടെയെന്ന് മനുഷ്യർക്ക് അറിയാത്ത ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളുടെ വളരെ കൃത്യത, സെക്കൻഡ് തെറ്റാത്ത വ്യവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഉപരിലോകങ്ങളുടെ സൃഷ്ടിപ്പ്, ആകാശത്തിന്റെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നത്, ലആയാതിൻ ലിഉലിൽ അൽബാബ്, അത് അന്വേഷിച്ച് ചിന്തിച്ച് പഠിക്കുന്ന ലുബ്ബുള്ള ആളുകൾക്ക്, അകക്കാമ്പുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു. പൊട്ടന്മാർക്കല്ല. അപ്പൊ പൊട്ടന്മാരാവാൻ പാടില്ല വിശ്വാസികള്, ചിന്തയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആൾക്കാരാവണം എന്നാ. അത് മറ്റൊരായത്ത് പറഞ്ഞു, സഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ വന്നുജൂമു മുസഖറാത്തും ബിഅംരിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഖിലൂൻ. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാവും പകലും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വശംസ, സൂര്യനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വൽ ഖമറ, ചന്ദ്രനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വന്നുജൂമ, നക്ഷത്രങ്ങളെ കീഴ്പ്പെടുത്തി തന്നു. മുസഖറാത്തും ബിഅംരിഹി, അതൊക്കെ അള്ളാന്റെ കൽപ്പനക്ക് വിധേയമായിട്ട് കീഴ്പ്പെടുത്തപ്പെട്ടതാണ്. സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതമല്ല, ഭൂമിയിൽ ജീവിതമല്ല. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇല്ലെങ്കിൽ ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല. അത് അള്ളാഹ് പറയാ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഖിലൂൻ.
ബുദ്ധിയുള്ള ആളുകൾക്ക് അത് ദൃഷ്ടാന്തമുണ്ട് എന്ന്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തില് ഖുറാനില് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് وَمِنَ النَّاسِ وَالدَّوَابِ وَالْأَنْعَامِ مُخْتَلِفٌ أَلْوَانُهُ كَذَلِكَ إِنَّمَا يَخْشَى اللَّهَ مِنْ عِبَادِهِ الْعُلَمَاءُ وَمِنَ النَّاسِ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും വദ്ദവാബി ജീവികളിലും വല്ലൻആമി നാൽക്കാലികളിലും മുഖ്തലിഫുൻ അൽവാനു വ്യത്യസ്ത നിറങ്ങളുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാ കദാലിക് അപ്രകാരം ഇന്നമാ യഖ്ശല്ലാഹ തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് മിൻ ഇബാദിഹിൽ ഉലമാ അവന്റെ ദാസന്മാരിൽ അറിവുള്ളവർ മാത്രമാണ് അള്ളാഹിനെ ഭയപ്പെടുക. ഇവിടെ ഫിഖ്ഹ് പഠിച്ചവനെ കുറിച്ച് അല്ല, പള്ളി ദർസ് പഠിക്കുകയോ അറബി കോളേജ് പഠിക്കുകയോ ചെയ്തവനെ കുറിച്ച് അല്ല ഇവിടെ എന്ത് പറഞ്ഞത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവരാണ് എന്ന് പറഞ്ഞത് പള്ളി ദർസിലോ അറബി കോളേജിലോ പഠിച്ചവരെ കുറിച്ചല്ല. ഇവിടെ മനുഷ്യരുടെ കൂട്ടത്തില് പല നിറങ്ങളുണ്ട്, ജീവികൾക്ക് പല നിറങ്ങളുണ്ട്, ചെടികൾക്ക് പല നിറങ്ങളുണ്ട്, നാൽക്കാലികൾക്ക് പല നിറങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ ഇന്നമായ അള്ളാഹിനെ ഭയപ്പെടുന്ന ആൾക്കാർ അറിവുള്ളവരാണ്. കളറുകളെ കുറിച്ച് പറഞ്ഞിടത്താണ് അള്ളാഹ് പറഞ്ഞത്. പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കളറുകളില്ലാത്ത ലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഒരല്പനേരം കണ്ണടച്ചാൽ നമുക്ക് മനസ്സിലാവും കളറുകളില്ലാത്ത ലോകം. അപ്പൊ ഈ അത്ഭുതകരമായ നിലക്ക് വർണ്ണങ്ങൾ സംവിധാനിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന്റെ കഴിവും അറിവും അവന്റെ സൂക്ഷ്മജ്ഞാനവും ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവർ അള്ളാഹിനെ ഭയപ്പെടുന്ന ആളുകളായിരിക്കുന്ന. അതാ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് കണ്ണോടിച്ച് പ്രപഞ്ചത്തിലേക്ക് കണ്ണോടിച്ച് എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരെ അള്ളാഹിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞത്, അല്ലാതെ അറബി കോളേജിൽ പഠിച്ചവരെന്നല്ല. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് എല്ലാ വിജ്ഞാന ശാഖയും പഠിക്കാൻ വേണ്ടി അള്ളാഹു ഖുർആൻ നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാ വിജ്ഞാന ശാഖയും എത്തിപ്പെടുന്നത് അവസാനം അള്ളാഹുവിലേക്കാണ്. എല്ലാ വിജ്ഞാന ശാഖയും അള്ളാഹുവിന്റെ കയ്യൊപ്പില്ലാത്ത, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വിജ്ഞാന ശാഖയില്ല. അള്ളാഹുവിന്റെ അത്യത്ഭുതകരമായ ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ അണു മുതൽ കോടാനുകോടി പ്രകാശവർഷം വലിപ്പമുള്ള ഗ്രഹങ്ങൾ വരെ അള്ളാഹുവിന്റെ അത്യത്ഭുതമായ അറിവിന്റെയും കഴിവിന്റെയും ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ച് ചിന്തിച്ച് അങ്ങനെ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് എത്തുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാകും എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരുപാട് വിജ്ഞാന ശാഖകൾ ഉണ്ടല്ലോ. കണക്കുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഇല്ലേ? പല സയൻസിൽ തന്നെ ഒരുപാട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ ഒരുപാട് ഇനങ്ങളുണ്ട്. ഏത് പഠിച്ചു നോക്കിയാലും എന്ത് പഠിച്ചു നോക്കിയാലും അള്ളാഹുവിന്റെ അത്യത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവന് ആ അറിവ് നേടുന്നതോടൊപ്പം തിരിച്ചറിവുണ്ടാവും. ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും മെഡിക്കൽ സയൻസിലും ഒക്കെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉണ്ടാവും. ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും, ഉന്നതമായ ജോലി ഉണ്ടാവും. പക്ഷേ ജീവിതത്തിൽ ഒരു പരീക്ഷണവും പ്രയാസവും വരുമ്പോ ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണ്. അവർ പഠിച്ച് തിരിച്ചറിവില്ല, അവർക്ക് അറിവുണ്ട്. ജീവിതത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള തിരിച്ചറിവ് അവർക്ക് കിട്ടിയിട്ടില്ല. ആ തിരിച്ചറിവ് എവിടെ കിട്ടും? ആ തിരിച്ചറിവ് കിട്ടും അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിച്ച് പറയുന്നതനുസരിച്ച് ഈ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് മനസ്സിലാക്കിയാൽ. ശരീരത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ, കിഡ്നിയുടെയും തലച്ചോറിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ശരീരം കീറി മുറിച്ച് പഠിക്കാൻ ഒരു ഡോക്ടർക്ക് കഴിയും. പക്ഷെ ആ അത്ഭുതകരമായ നിലക്ക്, അതിനെ സങ്കീർണമായ നിലക്ക് സംവിധാനിച്ച റബ്ബിനെ കുറിച്ചുള്ള തിരിച്ചറിവ് കൂടി നേടുമ്പോ ആ റബ്ബിന്റെ സൃഷ്ടിപ്പാണ് ഇത്, ഞാനും ആ റബ്ബിന്റെ സൃഷ്ടിപ്പാണ് എന്ന തിരിച്ചറിവുണ്ടാവും. ആ ഞാനും ആ റബ്ബിന്റെ സൃഷ്ടിപ്പാണ് എന്ന് സ്വയം തിരിച്ചറിവാൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ഏറ്റവും ആദ്യം അല്ലാഹു ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ, നീ വായിക്കണം. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ച. ഖലഖൽ ഇൻസാന മിൻ അലഖ്, നിന്നെ ഒരു ചവച്ചരച്ച ബബിൾഗമില്ലേ, ആ ചുമരിൽ ഒരു ചവച്ചരച്ച ബബിൾഗം ഒട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതകരമായ സംവിധാനവും അതിന്റെ വളർച്ചയും ഒക്കെ മനുഷ്യന് ബോധ്യപ്പെടും. അപ്പൊ അവനവന്
സൃഷ്ടിച്ച റബ്ബിന്റെ കഴിവ് ബോധ്യപ്പെടും. എന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ അപാരമായ സൂക്ഷ്മജ്ഞാനവും കഴിവും അവന്റെ ആസൂത്രണവും. ഭൂമിയിലേക്ക് ഞാനും നിങ്ങളും ജനിച്ചു വരുമ്പോ ആ ജനിച്ചു വരുന്നതിന് മുമ്പേ നമ്മെ സൃഷ്ടിച്ച റബ്ബിനറിയാം ഈ ഭൂമിയിൽ ഒരുപാട് കാഴ്ചകൾ അവൻ കാണേണ്ടതുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവൻ കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇരുട്ടറയിൽ മാതാവിന്റെ ഗർഭാശയത്തിനുള്ളിൽ 3 അറ, ഇരുട്ടുള്ള 3 അറകൾക്കുള്ളിൽ മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചു എന്ന് ഖുർആൻ പറയുമ്പോഴും ഈ വെളിച്ചമുള്ള ഒരുപാട് കാഴ്ചകൾ കാണേണ്ടുന്ന ഭൂമിയിലേക്കാണ് അവൻ പോകേണ്ടത്. അവൻ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഇന്ന സംവിധാനങ്ങൾ ചെയ്താൽ മതി, ഇവിടുത്തെ ഭൂമിയിലെ ശബ്ദങ്ങൾ കേൾക്കാൻ ഇന്ന ശബ്ദ കാര്യങ്ങൾ സംവിധാനിച്ചാൽ മതി എന്ന് കൃത്യമായി അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ റബ്ബാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ എന്നെയും നിങ്ങളെയും സംവിധാനിച്ചത്. അത് ചിന്തിച്ച് മനസ്സിലാക്കി ആ അലക്കിൽ നിന്ന് ഈ കാണുന്ന രൂപത്തിൽ കാഴ്ചയും കേൾവിയും ഉള്ളവനായി നിന്നെ പരുവപ്പെടുത്തിയ സർവജ്ഞാനിയായ റബ്ബിനെ കുറിച്ചുള്ള അറിവിലേക്ക് നീ എത്തും. നിന്റെ ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ചാൽ അങ്ങനെയുള്ള തിരിച്ചറിവ് നീ നേടുമ്പോ ഏത് വിജ്ഞാന ശാഖയിലേക്ക് നീ പ്രവേശിച്ചാലും നീ സ്വർഗത്തിന്റെ മാർഗത്തിലാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആര് ഒരു വിജ്ഞാനത്തിന്റെ അന്വേഷിക്കുന്ന മാർഗത്തിൽ പ്രവേശിക്കുന്നുവോ, വിജ്ഞാനം അന്വേഷിക്കുന്ന ഒരു മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. കണക്ക് പഠിച്ചാൽ കണക്കിന്റെ പ്ലസ് പോയാലും മൈനസ് പോയാലും അതിന്റെ അറ്റം കാണാൻ കഴിയില്ല. എണ്ണൽ സംഖ്യയുടെ അവസാനത്തെ സംഖ്യ ഏതാ അറിയില്ല, മൈനസിൽ അതിന്റെ ലാസ്റ്റ് സംഖ്യ ഏതാ അറിയില്ല. അത്ഭുതകരമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അറ്റം എവിടെയാണ് അറിയില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പ്രപഞ്ചത്തിന്റെ അറ്റം ഏതാന്ന് മനുഷ്യർക്ക് അറിയോ? ഈ അറ്റം കാണാത്ത പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ, ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ ആദ്യവും അന്ത്യവും ഇല്ലാത്തൊരു അള്ളാനെ ഉൾക്കൊള്ളാൻ എന്താ പ്രയാസം? ജീവിക്കുന്ന പ്രപഞ്ചത്തിന്റെ അറ്റവും അതിരും ഏതാണെന്ന് നമുക്കറിയില്ല, എന്നിട്ടും ഈ പ്രപഞ്ചം ഉണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ആദ്യവും അന്ത്യവും ഇല്ലാത്ത ഒരു ശക്തിയെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ എന്താ സംശയം? അതാ അള്ളാഹ് പറഞ്ഞ്, നിങ്ങൾ ഏത് കാര്യത്തെ കുറിച്ച്, ഒരു അണുവിനെ കുറിച്ച് പഠിച്ചാൽ പോലും അള്ളാഹുവിന്റെ അതിമഹത്തായ അറിവും കഴിവും ശേഷിയും നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള തിരിച്ചറിവ് നേടുന്നവൻ ഏത് വിജ്ഞാനം നേടിയാലും ശരി, അവൻ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് അവൻ അന്വേഷിക്കുന്നത്. അതാ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അങ്ങനെ പഠിക്കാൻ സാധിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോ, പഠിക്കുമ്പോ, ചിന്തിക്കുമ്പോ ഫഅലം, നീ അന്വേഷിച്ചറിയണം എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ അപാരമായ അറിവും കഴിവുമുള്ള ആ റബ്ബ്, അവനാണ് ഇത് സംവിധാനിച്ചത്. അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടത്. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, മഹത്വമേറിയവൻ അവനാണ്. അവനല്ലാത്തതൊക്കെ അവന്റെ സൃഷ്ടികളാണ്. ആ തിരിച്ചറിവുണ്ടാവും. അതാ ഫഅലം, അന്വേഷിച്ചറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ആലി ഇംറാനിൽ അല്ലാഹ് പറഞ്ഞു, ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷിയാണ്, അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല എന്നതിന്. വൽ മലായികത്തു, മലക്കുകളും സാക്ഷിയാണ്. വ ഉലുൽ ഇൽമ്, വിജ്ഞാനമുള്ളവരും അറിവുള്ളവർ. ഈ പ്രപഞ്ചത്തിന്റെ ഏകമായ കൃത്യമായ വ്യവസ്ഥാപിതമായ സംവിധാനം കാണുമ്പോ ബുദ്ധിയുള്ളവർക്കും ബോധ്യപ്പെടും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഏകനാണ്. അപ്പൊ അറിവുള്ളവര് സാക്ഷിയാണ്, റബ്ബ് ഏകനാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്നതിന്. മലക്കുകൾ സാക്ഷിയാണ്, അള്ളാഹു നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഏകനാണ്. അതുകൊണ്ട് അറിവ് നേടുക, എല്ലാ വിജ്ഞാന ശാഖകളും പഠിക്കുക, മനസ്സിലാക്കുക. ആ അറിവിൽ നിന്ന് നാം നേടേണ്ടുന്ന തിരിച്ചറിവ് നേടുക, അള്ളാഹുവിനെ തിരിച്ചറിയുക. എങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ വിശ്വാസികൾക്ക്, മനുഷ്യർക്ക് സാധിക്കും. ഒരു ഘട്ടത്തിലും പതറിപ്പോവുകയില്ല. മാത്രമല്ല, ആ അറിവിൽ നിന്ന് ഞാൻ നിസ്സാരനാണ്, ഇതൊക്കെ സംവിധാനിച്ചവൻ അത്യത്ഭുതകരമായ ശേഷിയുള്ളവനാണ് എന്ന തിരിച്ചറിവും, ഞാൻ നിസ്സാരനാണ് എന്ന ബോധവും ഉണ്ടാകും. അപ്പൊ വിനയത്വം ഉണ്ടാകും, സൽസ്വഭാവം ഉണ്ടാകും. അതാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുകയില്ല. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള
അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. അപ്പൊ അറിവുണ്ടെങ്കിൽ എല്ലാ നിലക്കുമുള്ള സൽഗുണങ്ങളും ഒരു മനുഷ്യനിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ വിജ്ഞാനങ്ങളും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ആ നിലക്ക് എല്ലാ വിജ്ഞാനങ്ങൾക്കും അന്വേഷിക്കുകയും എല്ലാ വിജ്ഞാന ശാഖയിലും പഠിക്കുകയും കഴിവിന്റെ പരമാവധി വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിജ്ഞാനം അന്വേഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വൽ മുസ്ലിമത്തിൻ. ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് വിജ്ഞാനം അന്വേഷിക്കുക എന്നുള്ളത്. അപ്പൊ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ നിർബന്ധ ബാധ്യതയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എതിരാളികളോട് പോരാട്ടം നടത്തുന്ന ഘട്ടത്തിൽ ആ സമയത്ത് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹൂ ഫിദ്ദീൻ വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്സറൂൻ. അങ്ങനെ എതിരാളികളോട് പോരാട്ടം നടത്താൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോലും നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് യുദ്ധത്തിന് പോകരുത്, പകരം ഒരു വിഭാഗം നിങ്ങൾ ദീന് പഠിക്കാൻ വേണ്ടി ലിയതഫഖഹൂ ഫിദ്ദീൻ, ദീന് പഠിക്കാൻ വേണ്ടി അവിടെ മാറി നിൽക്കണം. എല്ലാവരും പോകരുത്, കുറച്ച് ആൾക്കാർ ദീന് പഠിക്കാൻ വേണ്ടി മാറി. എന്തിനാണ്? ലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ, അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങൾ അവർക്ക് ദീനിന്റെ വിവരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ലഅല്ലഹും യഹ്ദറൂൻ, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായേക്കാം. അപ്പൊ ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി യുദ്ധത്തിന് പോകുന്ന അത്രക്ക് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ പോലും എല്ലാവരും പോകാതെ ദീന് പഠിക്കാൻ വേണ്ടി ഒരു കൂട്ടർ മാറി നിൽക്കണം എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ നമ്മോട് കൽപ്പിക്കുമ്പോ ദീനീ വിജ്ഞാനം നേടുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ നമ്മളെ സമൂഹത്തില് വരുന്ന തലമുറയിലേക്ക് ദീന് പറഞ്ഞു കൊടുക്കാനും ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും മദ്രസയിലും ഒക്കെ പഠിപ്പിക്കാനും ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പൊ ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ വലിയ വലിയ ഉന്നത ഉദ്യോഗമുള്ളവനോ കിട്ടുന്ന ഒരു വിലയും നിലയും അല്ലെങ്കിൽ ഭൗതികമായ സൗകര്യങ്ങളും ദീന് പഠിക്കുന്നവനും പറയുന്നവനും കിട്ടുന്നില്ല. അതൊരു പക്ഷെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം കൂടി ആയിരിക്കാം. നാളെ ഇതിപ്പോ ഭൗതിക ലോകത്ത് ഒരു പള്ളിയില് ജുമാക്കാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും മുമ്പിലുണ്ടാവുക ദീന് പഠിച്ച ആളാണ്, നേതൃത്വം കൊടുക്കുക. ഒരു വിവാഹത്തിന്റെ സദസ്സിൽ അത് കാർമ്മികത്വം നൽകുക ദീന് പഠിച്ച ആളാണ്. എന്നാൽ ദീന് പഠിച്ച ആൾക്ക്, അത് പറയുന്ന ആൾക്ക് സമൂഹത്തിലെ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ കിട്ടുന്ന വില ഇല്ല, ഒരു വില സമൂഹം കൽപ്പിക്കുന്നില്ല. അതൊരു പക്ഷെ ഒരു പരീക്ഷണമായിരിക്കാം. നാളെ പരലോകത്ത് അവർക്ക് അള്ളാഹു അത്യുന്നതമായ സ്ഥാനവും പദവിയും നേതൃത്വവും നൽകാൻ വേണ്ടി ഭൗതിക ലോകത്ത് അങ്ങനെ പരിഗണിക്കപ്പെടാതിരുന്നിട്ട് പോലും അവർ ദീനിന് വേണ്ടി പ്രവർത്തിച്ചല്ലോ പറഞ്ഞല്ലോ എന്നുള്ളതൊക്കെയായിരിക്കാം അള്ളാഹു ഉദ്ദേശിച്ചത്. ഏതായിരുന്നാലും അത് ഈ നാട്ടിൽ മാത്രമല്ല, ഗൾഫ് നാടുകളിൽ പോലെ ആണെങ്കിലും ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ കിട്ടുന്ന ഒരു പരിഗണന ദീന് പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും മുമ്പിലുണ്ടാവും ദീന് പറയുന്ന ആളായിരിക്കും. അത് ഈ ഒരു പക്ഷേ അള്ളാഹു നാളെ പരലോകത്ത് അവർക്ക് സ്ഥാനം നൽകാൻ വേണ്ടിയുള്ള ദുനിയാവിലുള്ള ഒരു പരീക്ഷണമായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ വരുന്ന തലമുറയിൽ ദീന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത, ദീനിന് മുൻപന്തിയിൽ നിൽക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അറബി കോളേജുകളിലേക്ക് ഖുർആൻ പഠിക്കാൻ, അറബി പഠിക്കാൻ, ദീന് പഠിക്കാൻ നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. മുൻഗാമികളായിട്ടുള്ള ആളുകൾ നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഗോളശാസ്ത്രകാരന്മാര്, അതുപോലെ തന്നെ തത്വശാസ്ത്രകാരന്മാര്, വൈദ്യശാസ്ത്രം, ഇതിലൊക്കെയും മുസ്ലിമീങ്ങള്, ഇബ്നു സീന, അതുപോലെ തന്നെ അങ്ങനെ പല ആളുകളും, ഇബ്നു ഹൈസം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ശാസ്ത്രകാരന്മാര് വൈജ്ഞാനിക രംഗത്ത് വളരെ വലിയ മുൻപന്തിയിലുള്ള ആളുകൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരൊക്കെയും ഈ വൈദ്യശാസ്ത്രവും ഗോളശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ പഠിക്കാൻ തിരിയുന്നതിന് മുമ്പേ ചെറുപ്രായത്തിൽ അവര് ഖുർആൻ കഴിയുന്നത്ര മനഃപ്പാടമാക്കിയിരുന്നു, ദീനീ വിജ്ഞാനങ്ങൾ മനഃപ്പാടമാക്കിയിരുന്നു.
ചെറുപ്രായത്തിൽ ഇപ്പൊ നമ്മളൊക്കെ മക്കളെ ചുരുങ്ങിയത് ഒരു കൊല്ലമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ഒരു കൊല്ലമെങ്കിലും ഖുർആൻ പഠിക്കാൻ വേണ്ടി വിടുക. ചെറുപ്പത്തിൽ അവരെ മനസ്സിലേക്ക് കയറുന്ന കാര്യം പ്രായമായാൽ പോലും ഏത് പ്രായത്തിലും അവർക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, പ്രായമായിട്ട് ചെന്നി ബാധിക്കൂലേ, അത്തും പുത്തും ബാധിക്കാൻ നമ്മൾ പറയൂലേ, അന്നും ആ സമയത്ത് ആൾക്കാർ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും അവരോട് മറന്നു പോയിട്ടുണ്ടാവും. തൊട്ടു മുമ്പേ ചായ കുടിച്ചോ അല്ലെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാലും അവര് ചെറുപ്രായത്തിൽ പഠിച്ചു വെച്ച ഖുർആന്റെ ആയത്ത് ഓതുന്നത് കാണാം. ചെറുപ്രായത്തിലെ ഓർമ്മകൾ ഇങ്ങനെ പറയുന്നത് കാണാം. അത് ഖുർആൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ചെറുപ്രായത്തിൽ മക്കളെ ദീന് പഠിപ്പിക്കണം എന്ന്. അപ്പൊ അതുകൊണ്ട് ദീന് പഠിപ്പിക്കുന്നതിന് നമ്മൾ പ്രാധാന്യം നൽകണം. മുൻഗാമികളായിട്ടുള്ള ആളുകള് അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക്, ഏത് വൈദ്യശാസ്ത്രമാണെങ്കിൽ വൈദ്യശാസ്ത്രം, ഗോളശാസ്ത്രമാണെങ്കിൽ ഏത് ഈ ഫീൽഡിലേക്ക് തിരിയുന്നതിന് മുമ്പേ ചെറുപ്രായത്തിൽ ഖുർആൻ പഠിപ്പിക്കാൻ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പൊ ഒരു കൊല്ലമെങ്കിലും നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വിടുക. അതുപോലെ അത് ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ സൗകര്യം അല്ലെങ്കിൽ എങ്ങനെയാണോ അതിന് സൗകര്യപ്പെടുക, അങ്ങനെ നമ്മൾ നമ്മളെ മക്കളെ ചെറുപ്രായത്തിൽ ഖുർആൻ പഠിപ്പിക്കുക, ദീന് പഠിപ്പിക്കുക. എന്നിട്ട് വലുതാകുമ്പോൾ, വളർന്ന് വലുതാകുമ്പോൾ അവര് ഹൈസ്കൂളും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിലേക്ക് പോയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. എന്നാലും അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോകില്ല, മാത്രമല്ല മുമ്പിൽ നിൽക്കാൻ അവർ യോഗ്യരായിരിക്കുകയും ചെയ്യും. അത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ദീനിന്റെ കാര്യത്തിൽ, ദീന് പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിറകോട്ടായി പോയിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുക. നമ്മളെല്ലാവരും നമ്മളെ മക്കളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം വിജ്ഞാനത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം ഖുർആനിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. യുദ്ധ സാഹചര്യത്തിൽ പോലും ദീന് പഠിക്കാതായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇഹലോകത്തും നാളെ പരലോകത്തും ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ളവർ ഖുർആനും ദീനും പഠിച്ചവരാണ് എന്ന ബോധവും നമുക്കുണ്ടാവുക. നമ്മൾ ആ കാര്യത്തിലൊന്നും ഒരു അവഗണനയും നമ്മുടെ ഭാഗത്തില്ലാതിരിക്കുക. അള്ളാഹു ദീനിനെ ശരിയായി പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സർവശക്തനായ റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. നാഥായ എല്ലാ വിജ്ഞാന ശാഖകളും പഠിക്കുകയും ദീനിന്റെ കാര്യത്തിൽ തന്നെ ഏറ്റവും ശരിയായ സത്യത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യുന്ന റബ്ബെ. എല്ലാ വഴികേടുകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണം റബ്ബെ. അന്ത്യദിനത്തിന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റബ്ബെ. റഹ്മാനായ റബ്ബെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിച്ച് ആ കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ദീനിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, കടുത്ത പരീക്ഷണങ്ങൾ നേരിടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, നാഥ അവർക്ക് അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണം റഹ്മാനെ. എല്ലാ പരീക്ഷണവും നീ നീക്കിത്തരണ റബ്ബെ. രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.